അമ്മയുടെ ധൈര്യം സമ്മതിക്കാതെ പറ്റൂല അമ്മ. ഒരാളും മുഖത്ത് പോലും നോക്കാത്ത ആളോടാണ് ഇന്ന് ആ വർത്താനം മുഴുവൻ പറഞ്ഞത്. അങ്ങോരാണെങ്കിലോ വിട്ടു വന്നോ? സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഒരു ബോധവും വെളിവില്ലാത്ത ഒരാളാ. ചെയ്യുന്നു പറഞ്ഞാൽ വെട്ടും എന്ന് പറഞ്ഞാൽ കൊന്നിട്ടും വരും. അങ്ങനത്തെ മനുഷ്യനെ ശ്വാസം മുട്ടൊന്നും ഈ പറഞ്ഞ പണിക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. കനകം പോലും ഇതുവരെ എന്തെങ്കിലും ഒന്ന് മറുത്ത് പറയണ ഞാൻ കേട്ടിട്ടില്ല. പേടിച്ചിട്ടാ. ക്ലീറ്റോ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യൂലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ക്ലീറ്റോന് ഇപ്പൊ 24 മണിക്കൂർ ഇവിടെ നോക്കി നിൽക്കാൻ പറ്റുമോ? വീട്ടിൽ കയറി ഒന്നും ചെയ്യൂല. അത് ഞാൻ അമ്മേനെ നോക്കും കേട്ടോ. അമ്മ എന്തായാലും അയാൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഞാൻ അമ്മേനെ രക്ഷിക്കും. പിന്നെ ഇപ്പൊ ഞാൻ കുളിക്കാനോ എല്ലാം കയറുമ്പോൾ കയറി വന്ന് തലക്കടിച്ച് കൊല്ലാതിരുന്നാൽ മതി. ഇന്നാൾ എൻ്റെ അമ്മ അങ്ങോരുടെ വീടിൻ്റെ അടുത്താറ്റ വഴിത്തർക്കം എന്താണ്ട് ഉണ്ടായേ. ആ അയൽവക്കക്കാർ 5-6 പേര് കൂടി ചെന്ന് ഇങ്ങോട്ടോ എന്താ വർത്താനം പറയാൻ ഇഷ്ടപ്പെട്ടില്ല. കരിങ്കല്ലെടുത്ത് തലക്കിട്ടടിച്ചു. ഒരെണ്ണപ്പം തന്നെ തീർന്നു. ഒന്നും ചെയ്യാനും പറ്റില്ല. പോലീസിന് മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടേ. എന്ത് പറയാനാ. പക്ഷെ എന്നാലും അമ്മ പറഞ്ഞത് ഭയങ്കര ധൈര്യമാണ് കേട്ടോ. ആരും അങ്ങോരോട് ഒന്നും പറയാൻ നിൽക്കൂല. ഒന്നും വരാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ. അച്ഛാ എവിടെ കാണുന്നില്ല. അച്ഛാ ഞാൻ ബാത്റൂമിലാണ് നോക്ക്. അച്ഛാ ഹലോ ചായ കുടിക്കാൻ വല്ല വെളിപ്പോയോ? ഏട്ടാ അവിടെ ഇല്ല. എന്ത് കഷ്ടം പറഞ്ഞേ. എവിടെയെങ്കിലും പോണേ പറഞ്ഞിട്ട് പോണ്ടേ. ഒരു കാര്യം പറട്ടെ. അങ്ങോട്ട് വന്ന ആര്? നിന്റെ ആശ അങ്ങോട്ട് വന്ന ജമന്തിന്റെ അച്ഛൻ. ഇല്ലല്ല ഇവിടെ വന്നില്ല. അവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. ഇവിടെ നോക്കിട്ട് കാണാനില്ല. ഇവിടെ എവിടെ പോയെന്ന് അറിയാൻ പോയി. മുറിയിലും കാണാൻ രാവിലെ അവിടെ കൂടെ അങ്ങോട്ട് വന്നില്ലേ? അതിനിവിടെ ആരോടെ അവിടെ കൂടെ അമ്മച്ച ഇന്നലെ രാത്രി തന്നെ പോയി. പോയാ? എന്നിട്ട് അപ്പച്ച എന്തോ അത്യാവശ്യം വിളിച്ചു എന്നും പറഞ്ഞിട്ടാ പോയത്. ആണോ? അല്ല ആശ ഇവിടെ പിള്ളേരിപ്പോ ക്ലാസ്സിന് വരും. അയ്യോ അച്ഛൻ കിടന്ന് മുറിയുന്ന ഒരു കത്ത് കിട്ടി. കത്ത? ഞാൻ പോവുകയാണ്. ഒരു കളരി ഗുരുക്കൾക്ക് വേണ്ടത് ഏകാഗ്രതയാണ്. ഇവിടുത്തെ അന്തരീക്ഷം അതിനനുവദിക്കുന്നില്ല. ഇനിയൊരു സത്യം പറഞ്ഞോട്ടെ. അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഞാനിതുവരെ നോവിച്ചിട്ടില്ല. ആവേശത്തിനിടയിൽ അറിയാതെ പറ്റിയൊരു പിഴവിന്റെ ഫലമാണ് ഇന്ന് ഐസിയുയിൽ കിടക്കുന്നത്. കുറ്റബോധം വേട്ടയാടുന്ന മനസ്സുമായി ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഒരു നീണ്ട യാത്ര, പുണ്യക്ഷേത്രങ്ങൾ തേടി. ഇനി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരും. എന്തൊരു പണിയാണ് ആശ കാണിച്ചത്. ഇപ്പൊ അവന്മാരെല്ലാം കളരി പഠിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇനി വേറെ ആശാന തപ്പം വേണമല്ലോ. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം. NB ഐസിയുയിൽ കിടക്കുന്ന അൻസാറിന് ബോധം തെളിഞ്ഞാൽ വിളിക്കാൻ മറക്കരുത്. മേൽപ്പറഞ്ഞ തീരുമാനത്തിന്റെ ചുവടൊന്ന് മാറ്റിപ്പിടിക്കാൻ. പേടിച്ചു പോയതാടി. സംഭവം അറിയാമോ? ഒരു രക്ഷയില്ലല്ലോ. ഞാൻ രാവിലെ അങ്ങ് പൊടുപ്പും തൊങ്ങൽ കയറ്റി അങ്ങ് പറഞ്ഞു അൻസാർ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടാൽ ഞാൻ വലിഞ്ഞതാ. ഇതൊക്കെ അതങ്ങനെ സമാധാനം വേണ്ട. പിന്നല്ലേ ഉമ്മാൻ്റെ ഒരു തരത്തിൽ ജീവിക്കാൻ തമ്മിൽ വെച്ചാ എത്രയും പ്രതീക്ഷിച്ചില്ലേ. നിന്റെ അല്ലേ ബാക്കി.